السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين، نبينا الحبيب محمد وعلى آله وصحبه وأهل بيته الطيبين الطاهرين برضا الله وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ ബഹുമാനമുള്ള ശ്രോതാക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ പൂർത്തീകരിക്കുന്ന വേളയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത് വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്ത് നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന്. ദീന് എല്ലാം കൊണ്ടും നിഅമത്താണ് എന്നത് ദീനിന്റെ ഓരോ ഭാഗങ്ങളെയും പഠിക്കാനും മനസ്സിരുത്തുവാനും ചിന്തിക്കുവാനും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ വരെ ലഭിച്ചിട്ടില്ലാത്ത തിരിച്ചറിവാണ് ഇന്ന് നമുക്ക് ദീനിനെ കുറിച്ച് ലഭിക്കുന്നത്. അതുകൊണ്ട് തിരക്ക് പിടിച്ചോടുന്ന ഈ ആധുനിക സാഹചര്യത്തിൽ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തി ദീന് പഠിക്കാൻ നമ്മൾ കാണിക്കുന്ന മനസ്സ്, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണമേ എന്ന പ്രാർത്ഥനയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തലും കൊണ്ടാണ് ക്ലാസ് ആരംഭിക്കുന്നത്. നമുക്ക് ചുറ്റും എത്രയോ ബലഹീനരായ ആളുകളുണ്ട്. ആശയറ്റുപോയ, പ്രതിസന്ധികൾക്ക് മേൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്, എങ്ങനെയാണ് ഇവരൊക്കെ ജീവിച്ചു പോകുന്നതെന്ന്. അതിനുള്ള ഉത്തരം സിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. കൊല്ലങ്ങളായി മക്കളില്ലാത്തവർ, ദാമ്പത്യ ജീവിതം കൊണ്ട് അതിൻ്റെ ഒരു സമാധാനവും സംരക്ഷണവും ആസ്വാദനവും ഒന്നും ലഭിക്കാതെ ഒരു വീട്ടിനകത്ത് രണ്ടായി താമസിക്കുന്നവർ, കഷ്ടപ്പെട്ട് മക്കളെ പോറ്റിയിട്ട് ഒന്നിനും മാത്രമായപ്പോൾ മക്കൾ രക്ഷിതാക്കളെ ഇട്ടെറിഞ്ഞു ഓടുന്നവർ, സാമ്പത്തികമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി നിരവധി പ്രതിസന്ധികൾക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവർ കഴിച്ചു കൂട്ടുന്നത്? ദിക്റുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്റും സ്മരണയിലുമാണ് അവർ കഴിച്ചു കൂട്ടുന്നത്. പലപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നതിൻ്റെ മധുരം, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്തയും നാവുകളിൽ നിന്ന് റബ്ബിനെ കുറിച്ചുള്ള വായ്ത്തലുകളും പുകയത്തലുകളും ഒക്കെ അതിൽ ഹലാവത്തുണ്ട് എന്ന് മനസ്സിലാകാതെ പോയവർ, അവർ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ അഭയപ്പെടുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയ വഴികളിലൂടെയുള്ള ആസ്വാദനങ്ങളാണ്. അതവർക്ക് കൂടുതൽ പ്രയാസവും പ്രതിസന്ധിയും വർദ്ധിപ്പിക്കുകയും ഉള്ള സമാധാനവും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്ഥിരമായി ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അതുപോലെയാണ് ഹൃദയത്തിൽ നിന്ന് ദൈവസ്മരണ നശിച്ചു പോയാൽ ആ ഹൃദയം പിന്നീട് മയ്യത്താണ്. മസലുല്ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർക്കുന്ന മനസ്സും അള്ളാഹുവിനെ ഓർക്കാത്ത മനസ്സും, അള്ളാഹുവിനെ ദിക്റെടുക്കുന്ന വീടും ദിക്റെടുക്കാത്ത വീടും, രണ്ടും മരിച്ചതും ജീവിച്ചതും തമ്മിലുള്ള താരതമ്യം പോലെയാണ്. ആത്മാവിന്റെ ഭക്ഷണമാണ് ദിക്റുല്ലാഹ്. അത് ലഭിക്കുമ്പോൾ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും, വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോയാലും,
സന്തോഷം പാടെ അന്യമായി ദുഃഖവും നിരാശയും എപ്പോഴും വേട്ടയാടിയാലും സ്വസ്ഥമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. കാരണം വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം അത് തന്നെയാണ്. മറ്റുള്ള ശക്തികളിലും വ്യക്തികളിലും അഭയപ്പെടുന്ന, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരാണ് തങ്ങൾക്ക് കാവലും സംരക്ഷണവും എന്ന് വിചാരിക്കുന്ന ആളുകൾക്കില്ലാത്ത ഒരു സുരക്ഷയും ഒരു നിർഭയത്വവും ഒരു സമാധാനവും മുഅ്മിനായ മനുഷ്യനുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ചെറുതും വലുതുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നിൽ വെല്ലുവിളിയില്ല. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ല. നമുക്കൊരു കാര്യം എളുപ്പവും നമുക്കൊരു കാര്യം പ്രയാസവുമായിരിക്കാം, പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ എളുപ്പം എന്നല്ലാത്ത പ്രയാസം എന്ന ഒന്ന് അള്ളാഹിന്റെ അജണ്ടയിലില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസിക്ക് എപ്പോഴും അള്ളാഹിനെ ഓർക്കുമ്പോൾ സമാധാനം, പഠിച്ചോണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനമാണ്. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നല്ലോ, കാണുന്നല്ലോ, മനസ്സിലാക്കുന്നല്ലോ. സഹായിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ള ഒരുത്തനുണ്ടല്ലോ എന്നത് വലിയൊരു കാര്യമാണ്. ആ ഒരു നിർഭയത്വം നമ്മുടെ മക്കളിൽ നിന്നോ നമ്മുടെ ഭർത്താവിൽ നിന്നോ നമ്മുടെ കുടുംബക്കാരിൽ നിന്നോ നമ്മുടെ രാജ്യം നൽകുന്ന സുരക്ഷയിൽ നിന്നോ ഒന്നും കിട്ടില്ല. എന്നാൽ അതൊന്നും ഇല്ലാതിരുന്നാലും ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവനുണ്ടല്ലോ എന്ന ആ ഒരു ചിന്ത, അത് നമുക്ക് ഏറ്റവും വലിയൊരു കരുത്താണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ റഅദിന്റെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിച്ച ആളുകൾ അവരുടെ ഹൃദയം പടച്ച റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് തത്മഇന്നായിരിക്കും. അതിനൊരു ശാന്തതയും ഒരു അടക്കവും ഒരു ഒതുക്കവും ഒരു ഡിസിപ്ലിൻ, ഒരു അവധാനത, ഒരു പക്വത, ഒരു വിവേകം, ഒരു അങ്ങേയറ്റത്തെ ക്ഷമ, ഇതെല്ലാം ഉണ്ടാകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ കൊണ്ടാണ് ഹൃദയം ശാന്തമാകുന്നത്. തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഉസ്താദ് മ്യൂട്ടാണ്. ഫോണിന് ചെറിയൊരു എറർ സംഭവിച്ചാണ്. ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ്. ഇത് ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല. കാണുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് ക്ലിയർ ആണ്. ഓക്കെ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിലൂടെ ഒരു മനുഷ്യന്റെ എല്ലാ തരത്തിലുമുള്ള മാനസികമായ സംഘർഷവും ബുദ്ധിമുട്ടുകളും
നീങ്ങുകയാണ്. അതിന് പകരമായിട്ട് അയാളുടെ ഹൃദയത്തിൽ സന്തോഷവും അയാൾക്ക് അതിലൂടെ ആസ്വാദനവും ലഭിക്കുന്നു എന്ന് പറയുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും അവനെ സ്നേഹിച്ചും അവനെ സ്മരിച്ചും മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അതിനേക്കാൾ വലിയ ആസ്വാദികരമായ വേറൊരു കാര്യമില്ല എന്നാണ്. തസ്ബീഹും തക്ബീറും തഹ്ലീലും എല്ലാം ആ ഒരു പടച്ചോനെ ഓർക്കുന്ന ആളുകളുടെ നാവിലൂടെ വരുന്ന വാക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിതത്തിൽ മറ്റേതിനേക്കാളും അയാൾക്ക് ആസ്വാദനവും ആശ്വാസവും കിട്ടുന്നത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കുമ്പോഴാണ്. നമുക്കറിയാം ഹാജറ റളിയല്ലാഹു അൻഹ അവരെ സഫാ മർവക്കിടയിൽ തനിച്ചാക്കി ഇബ്രാഹിം നബി മടങ്ങിപ്പോരുമ്പോൾ അവർ ചോദിച്ച ചോദ്യം, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ ഇബ്രാഹിം, ആരുമില്ലാത്ത ഈ വിജനമായ പ്രദേശത്ത് ഞങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന മറുപടി കിട്ടിയപ്പോ എന്നാൽ താങ്കൾ പൊയ്ക്കോളൂ എന്നാണ് ഹാജറ റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബിയോട് മറുപടി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഏകാന്തതയിലും ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു പ്രയാസഘട്ടങ്ങളിലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അഭയം പ്രാപിക്കാനുള്ള ഒരു കരുത്ത്, ആ ചിന്തയിൽ ഒരു സമാധാനവും ഒരു സന്തോഷവും ലഭിക്കുന്ന ഒരവസ്ഥ, അത് ഈ ഒരു ദിക്ർ കൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും അതുപോലെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തരുന്ന കാര്യം. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഹൃദയത്തെ പ്രകാശപൂരിതമാക്കാൻ അതിനുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ദിക്റുള്ളയാണ്. ദിക്റുള്ളയുടെ മഹത്വം, 100-ലധികം അതിന്റെ ഇമ്പോർട്ടൻസ് ഇബ്നു ഖയ്യിം റഹിമഹുല്ല 100-ൽ പരം അതിന്റെ പ്രത്യേകതകൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അൽവാബിൽ സബി എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എടുത്തുകൊടുത്തതായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരുപാട് മഹത്വങ്ങൾ അതിനുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു നഷ്ടങ്ങളിലും ദിക്റുള്ള കൊണ്ട് ജീവിച്ച ഒരുപാട് ആളുകളുടെ കഥ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്ന തബീഈ പണ്ഡിതനാണ് അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് 2 കൈകളും 2 കാലുകളും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ടെന്റിന്റെ അടുക്കലൂടെ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് എന്ന ഒരാള് നടന്നു പോകുമ്പോ ടെന്റിനകത്ത് നിന്ന് ഒരു പ്രാർത്ഥന കേൾക്കുകയാണ്. റബ്ബി ഔസിഅനി അൻ നഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. ആ പ്രാർത്ഥന ഇങ്ങനെ അദ്ദേഹം ആ മുറിയിൽ നിന്ന് ടെന്റിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ചെന്ന് നോക്കുമ്പോ അന്ധനായ കയ്യും കാലുമില്ലാത്ത ഇദ്ദേഹത്തെയാണ് കാണുന്നത്. അദ്ദേഹം ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയെല്ലാം പറയാൻ മാത്രം, പടച്ച റബ്ബേ നീ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നവനാക്കി എന്നെ നീ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം എന്താണ് നിങ്ങൾക്ക് പടച്ച റബ്ബിൽ നിന്ന് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അള്ളാഹു എന്നെ എത്ര വലിയ കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചാലും ശരി, നന്ദി കാണിക്കാൻ മാത്രം അള്ളാഹു എനിക്ക് വലിയ നിഅമത്തായി നൽകിയത് എന്റെ ദിക്റെടുക്കാനുള്ള നാവും പടച്ച റബ്ബിനെ ഓർക്കാനുള്ള നന്ദിയുള്ള എന്റെ ഖൽബുമാണ്. ആ 2 നിഅമത്തിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഓർത്ത് വിലപിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. മറിച്ച് പടച്ച റബ്ബ് കിട്ടിയതിനെ കുറിച്ച് ഓർക്കുകയും ആ കിട്ടിയതിന് ശുക്ർ കാണിക്കാൻ വേണ്ടി അദ്ദേഹം താല്പര്യം കാണിക്കുകയും ചെയ്യാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന് ഒരു ആൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. ആ ആൺകുട്ടിയാണ് അദ്ദേഹത്തിന്റെ സംരക്ഷകനായിട്ടുണ്ടായിരുന്നത്. ആ ആൺകുട്ടിയെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല എന്നും നിങ്ങളൊന്ന് അദ്ദേഹത്തെ പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നാവുമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ കുട്ടിയെയും അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. പക്ഷെ തെരഞ്ഞു പോയ ആൾക്ക് കാണാൻ പറ്റിയത് ഈ കുട്ടിയെ ചെന്നായി കടിച്ചു കൊന്ന രീതിയിലാണ്. പടച്ചോനെ, എങ്ങനെയാണ് ഈ മനുഷ്യനോട് പോയിട്ട് പറയാ എന്ന് വിചാരിച്ച് അദ്ദേഹം വിഷണ്ണനായി വിഷമിച്ച് ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് യാക്കൂബ് നബി അറിയുമോ? അതെ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താൻ ഏറെ സ്നേഹിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്താണ് പറഞ്ഞത്? സബറുൻ ജമീൽ, മനോഹരമായി ക്ഷമിക്കുകയാണെന്നാണ് പറഞ്ഞത്. എങ്കിൽ താങ്കളുടെ കുട്ടി ഈ ഒരു അവസ്ഥയിൽ എവിടെ കൊല ചെയ്യപ്പെട്ടതായി, ചെന്നായ്ക്കൾ കടിച്ചു കീറി
അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെ പരീക്ഷിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട വാക്കല്ലാതെ ഉരുവിടുകയില്ല എന്ന്. അപ്പൊ നോക്കൂ, എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചത്? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള ദിക്റിലാണ് അവർ ജീവിച്ചത്. ഏതൊരു വിപത്തിലും നമുക്ക് മനസ്സിനൊരു ശാന്തതയും സമാധാനവും നൽകുന്ന ചിന്തയാണ് പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മ. കാറ്റും കോളും കപ്പലിന്റെ ദിശയെ തെറ്റിച്ചപ്പോൾ കപ്പലിന്റെ ഭാരം കുറക്കാനുള്ള തീരുമാനമായി. ആരെ ആഴക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് കപ്പലിന്റെ ഭാരം കുറക്കണം? അതിന് അവിടെ നറുക്കെടുപ്പ് നടത്തി. 3 തവണ വീണതും യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അവർ യൂനുസിനെ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. വലിയൊരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. ആ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുട്ട്, മനസ്സിനെ ബാധിച്ച ഭീതിയുടെ ഇരുട്ട്, സമുദ്രത്തിന്റെ ഇരുട്ട്, എല്ലാ ഇരുട്ടിൽ നിന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു. ഫനാദാ ഫി ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. ആ ഇരുട്ടുകളിൽ അദ്ദേഹം പടച്ച റബ്ബിനെ വിളിച്ചു. എന്താ വിളിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. തൗഹീദിന്റെ പ്രഖ്യാപനാണ്. പടച്ചോനെ, നിന്നെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നിന്നെ അല്ലാതെ ഒരാളെ ഞാൻ ആരാധിക്കൂല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഒരു കുറവുകളും ഇല്ലാത്ത, യാതൊരുവിധ പോരായ്മയും ഇല്ലാത്തവനാണ് പടച്ചോനെ നീ. ഇന്നി കുൻതു മിനദ്ദാലിമീൻ, ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു. എന്താ ആ പ്രാർത്ഥനയുടെ റിസൾട്ട്? ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഉടനെ അള്ളാഹു ഉത്തരം കൊടുത്തു. അദ്ദേഹത്തെ ബാധിച്ച ദുഃഖത്തിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. ഇപ്രകാരമാണ് മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തുന്നത്. നോക്കൂ, ആ മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ടാൽ എന്ത് ഭൗതികമായ മാർഗമാണ് ഒരാളുടെ മുന്നിലുള്ളത്? ഒരു മത്സ്യം വിഴുങ്ങിയാൽ എന്ത് ഭൗതികമായ മാർഗമാണ് ഉള്ളത്? ഒരുപക്ഷെ കണ്ണടച്ചാൽ കഥയിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് പലതും സ്വപ്നത്തിൽ കാണാമെന്നല്ലാതെ ഒരു മത്സ്യം വിഴുങ്ങിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളത് കഴിഞ്ഞു, അല്ലേ? ഗുഹാമുഖം അടഞ്ഞുപോയ 3 പേർ, അവർ തള്ളി നോക്കി, നീങ്ങുന്നില്ല. ഇനി എന്ത് ചെയ്യും? ഇനി മരിക്കുക, അല്ലാതെ എന്താ ചെയ്യുക എന്നല്ല. അവർ അള്ളാഹിനെ ഓർത്തു. അവർ പറഞ്ഞു, നമ്മൾ ചെയ്ത നന്മകൾ മുന്നിൽ വെച്ച് നമുക്ക് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാം. 3 പേരും അവരുടെ ജീവിതത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ ഗുഹാമുഖം തുറന്നു, അല്ലെ? അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ എന്താണ്? അസ്ഹാബുൽ കഹ്ഫ് ഏറ്റവും നല്ല സുഖകരമായ കൊട്ടാരത്തിലെ ജീവിതം ഉപേക്ഷിച്ചവർ പോകുമ്പോ, എവിടേക്കെന്നറിയാതെ അവർ മുന്നോട്ട് പോകുമ്പോ എന്താണ് അവരുടെ ബലം? അവരുടെ ബലം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. വഇദ് യഅതസൽതുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ് ഫഊ ഇലൽ കഹ്ഫി യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ. നിങ്ങൾ നിങ്ങളുടെ നാടും നാട്ടുകാരെയും അവരുടെ ആരാധ്യ വസ്തുക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ചിറങ്ങിയില്ലേ? അതുകൊണ്ട് ഇനി ഈ ഗുഹയിൽ അഭയം പ്രാപിച്ചോളൂ. യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് അവന്റെ റഹ്മത്ത് വിശാലമാക്കി തരും. വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ, നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു ഒരു പോംവഴി, ഒരു പരിഹാരം, ഒരു ബദൽ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നു. അപ്പൊ ഏതൊരു ഏകാന്തതയിലും, ഏതൊരു പ്രതിസന്ധിയിലും, ഏത് ബുദ്ധിമുട്ടുകളിലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന രക്ഷയും ആശ്വാസവും സമാധാനവും ചില്ലറയല്ല. വാക്കുകൾ കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട്, നിയമങ്ങൾ കൊണ്ട് എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ മുശ്രിക്കുകൾ പ്രതിബന്ധത്തിൽ ഏർപ്പെടുത്താൻ, അല്ലെ, ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ച് ചിന്തിച്ചു നോക്കുക. പലതരത്തിലുള്ള വാക്കുകൾ കൊണ്ടുള്ള ആക്ഷേപങ്ങൾ,
നിയമങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മയും തേടി വരാറുണ്ട് അല്ലെ? ശത്രുതയും ബുദ്ധിമുട്ടും ഒക്കെ കഠിനമായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് നോവിച്ചിട്ടുണ്ട്, നൊന്തുപോയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിച്ചത് എങ്ങനെയാണ്? വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. സൂറത്ത് ഹിജ്റിൽ അല്ലാഹു പറയാണ്, അങ്ങയുടെ ഹൃദയം അവരുടെ വാക്കുകൾ കൊണ്ട് ഞെരിഞ്ഞു പോകുന്ന, ഞെരുക്കം അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കൾ താങ്കളുടെ റബ്ബിന് തസ്ബീഹ് നടത്തുക, തഹ്മീദ് നടത്തുക. വകും മിനസ് സാജിദീൻ, താങ്കൾ സുജൂദിലായിരിക്കുക. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. സുജൂദിൽ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലെ? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്, പടച്ച റബ്ബിന്റെ ഹംദ് കൊണ്ട്, പടച്ച റബ്ബിനെ തസ്ബീഹ് നടത്തുന്ന ആ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത. എപ്പോ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കടുത്തപ്പോ തസ്ബീഹ് നടത്താൻ, തഹ്മീദ് നടത്താൻ. സൂറത്ത് ത്വാഹയുടെ 130-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നതും ഇത് തന്നെയാണ്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈൽ ഫസബ്ബിഹ് വഅത്റാഫൻ നഹാരി ലഅല്ലക തർദാ. ഫസ്ബിർ, അവരുടെ വാക്കുകൾ കേട്ട് താങ്കൾ വിഷമിക്കേണ്ട, താങ്കൾ ക്ഷമിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് നടത്തുക, തഹ്മീദ് നടത്തുക. ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, സൂര്യൻ ഉദിക്കും മുമ്പും സൂര്യൻ അസ്തമിക്കും മുമ്പും. സുബഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന് മുമ്പ് ഒരു 6:30, 6:25 മുമ്പ്. അസ്ർ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെ മുമ്പ് ഒരു 6 മണിക്ക് മുമ്പ്. എന്ത് ചെയ്യണം? ദിക്ർ എടുക്കണം. അദ്കാറു സബാഹ്, അദ്കാറുൽ മസാ, താങ്കൾ അതിൽ മുഴുകിക്കോ. വമിൻ ആനാഇൽ ലൈലി വസബ്ബിഹ് വഅത്റാഫൻ നഹാർ, രാത്രിയിലും പകലിലും ഒക്കെ താങ്കൾ തസ്ബീഹ് നടത്തിക്കോ. ലഅല്ലക തർദാ, എന്നാൽ അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടും. ആര് നിങ്ങൾ എതിർത്താലും കുഴപ്പമില്ല, അള്ളാഹു നിങ്ങളെ കൈവിട്ടാലാ പ്രശ്നം. പക്ഷെ അള്ളാഹ് നിങ്ങൾ തൃപ്തിപ്പെട്ടാൽ ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് താങ്കൾ അവരുടെ വാക്കുകൾ കേട്ട് വിഷമിക്കണ്ടെങ്കിൽ ക്ഷമിക്കി. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും രാത്രിയിലും പകലും ഒക്കെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ എടുത്തോളി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമുക്ക് സുരക്ഷ കിട്ടുന്ന ഒരു കാര്യം, ആ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ആവൂലല്ലോ. കാരണം നമ്മുടെ സുരക്ഷ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. എന്താണ് അസുഖം ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ഡോക്ടറെ പോയി കാണുന്നത്. ഡോക്ടറെ പോയി കണ്ടിട്ട് മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭർത്താവിനോടും നമ്മുടെ മക്കളോടൊക്കെ ചീത്ത പറയുന്നതും ഗൗരവത്തിൽ അവരെ ഉപദേശിക്കണമൊക്കെ എന്തുകൊണ്ടാണ്? സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങള് അല്ലെ? എന്തിനാണ് ട്രാഫിക് റൂൾസ്, എന്തിനാണ് ഹെൽമെറ്റ്, എന്തിനാണ് സീറ്റ് ബെൽറ്റ്? ഇതെല്ലാം സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ കാര്യം പാലിച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് ആണ് അല്ലെ? അപ്പൊ സുരക്ഷ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ തരത്തിലുള്ള ഫിത്നയിൽ നിന്ന്, പൈശാചികതയിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, മനക്ലേശത്തിൽ നിന്ന്, വലിയ വലിയ പാപങ്ങളിൽ നിന്ന് വരെ മനുഷ്യന് സുരക്ഷ നൽകുന്ന കാര്യമാണ് ദിക്റുല്ലാഹ്. അപ്പൊ അതിനോട് നമുക്ക് എത്രത്തോളം ഒരു ഹബ്ബ് ഉണ്ടാവും. കാരണം നമുക്ക് സുരക്ഷ നൽകുന്ന ഒരു ചിന്തയാണത്, നമുക്ക് സുരക്ഷ നൽകുന്ന വാക്കാണത്, നമുക്ക് സംരക്ഷണം നൽകുന്ന കാര്യമാണത്. ഗുഹയിൽ അഭയം പ്രാപിച്ച 3 പേരിൽ ഒരാൾ തന്റെ എളാപ്പയുടെ പുത്രിയോട് പ്രണയമുണ്ടായിരുന്ന വ്യക്തിയാണ്. അവളുമായി ശരീരം പങ്കുവെക്കാൻ കൊതിച്ച അദ്ദേഹം ഒരിക്കൽ അതിന് അവസരം കിട്ടി. അവർ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ ആ സ്ത്രീ ചോദിച്ചു, മനുഷ്യ, താങ്കൾ അള്ളാഹുവിനെ ഭയക്കുന്നില്ലേ? താങ്കൾക്ക് ഒരിക്കലും അവകാശമില്ലാത്ത ഒരു കാര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് വ്യാപൃതനാവുന്നത്? ഈ ചോദ്യം അള്ളാഹ് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ അള്ളാഹ് എന്ന ആ ഒരു സ്മരണ, അത് നമുക്ക് സംരക്ഷണമാണ്. രാത്രിയുടെ ഇരുട്ടിൽ തന്റെ കാമുകനടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കൂരിരുട്ടിൽ നമ്മെ കാണാൻ വേറെ ആരുമില്ല, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളല്ലാതെ. അപ്പോൾ ഈ പെണ്ണ് അദ്ദേഹത്തോട് ചോദിച്ചു, ഫഅൈന മുകൗകിബുഹാ, അങ്ങനെയെങ്കിൽ ആ
നക്ഷത്രത്തിന് മിനുക്കം നൽകിയ പടച്ചറബ് സുബ്ഹാനഹു വ എവിടെയാണ്? അവനും കാണൂലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവളെ വിട്ട്, ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരിക്കലും വിട്ടുപോകാൻ കഴിയാത്തൊരു നിമിഷമാണത്, ആ നിമിഷത്തിൽ പോലും അള്ളാ എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ആ സ്ത്രീയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട ചരിത്രം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരാൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞ സംഭവമാണ്, ഒന്നുകിൽ കഥയാണ് ഈ പറഞ്ഞ സംഗതി. അപ്പൊ നമുക്ക് എല്ലാവിധ ഷർറിൽ നിന്നും തിന്മയിൽ നിന്നും ഫിത്നയിൽ നമ്മൾ സംരക്ഷിക്കുന്ന കാര്യമാണ് ദിക്റുല്ലാഹ്. അതുകൊണ്ട് തന്നെ അത് ആസ്വദിച്ചുരുവിടാനും അതിന്റെ സന്ദർഭങ്ങൾ പറയപ്പെടാത്ത നിമിഷങ്ങളിലുമൊക്കെ പടച്ചറബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. തിന്മക്ക് മനസ്സ് പ്രേരിപ്പിക്കുമ്പോൾ, മറ്റുള്ളവരോട് ശത്രുതയും അസൂയയും പകയും വിദ്വേഷവും മനസ്സിൽ പിശാച് ഇട്ട് തരുമ്പോൾ, ഇതൊന്നും പടച്ചറബ് നമുക്ക് അനുവദിച്ചതല്ലല്ലോ, പടച്ചറബ് നമുക്ക് ഒരുപാട് നൽകിയിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ ട്രീറ്റ് ചെയ്യാൻ. അസൂയ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ വിശ്വാസിക്ക് അസൂയ ഉണ്ടാവുമ്പോൾ വിശ്വാസി അവന്റെ മനസ്സിനെ ട്രീറ്റ് ചെയ്യും. അതാണ് അവന്റെ പ്രത്യേകത. ഷഹ്വത്ത്, ദേഹേച്ഛ, ഓരോ വസ്തുക്കളുള്ള ഇഷ്ടവും പിരിശവും സ്നേഹവും പ്രണയവും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഒരു വിശ്വാസി അവന്റെ മനസ്സിനെ ആ സന്ദർഭങ്ങളിൽ തർബിയത്ത് കൊടുത്ത് നന്നാക്കിയെടുക്കുമെന്നതാണ് വിശ്വാസിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ തിന്മയിൽ വീഴാതെ എല്ലാ തരത്തിലുമുള്ള സുരക്ഷയാണ് നമുക്ക് ഈ ഒരു ദിക്ർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മഹത്വങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിൽ ഓരോന്നിന്റെയും പുണ്യം സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം, എത്ര വലിയ പ്രതിഫലമുള്ള വാക്കാണത്. മീസാനിൽ കനം തൂങ്ങുന്ന നാവിന് ഭാരം കുറഞ്ഞ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുൽക്കു വലഹു ഹംദു വലഹു കുല്ലു ഷൈഇൻ ഖദീർ എന്ന് 100 തവണ ചൊല്ലിയാൽ പിശാചിൽ നിന്ന് സംരക്ഷണമാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. ഈ പ്രാർത്ഥന ഉരുവിടുമ്പോൾ ഒരാൾക്ക് അയാളുടെ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് അയാൾക്ക് സംരക്ഷണമാണ്. രാവിലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കരിച്ച് ഇറങ്ങി, ഭാര്യ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്നപ്പോഴും അവർ ദിക്റിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ ഇപ്പോഴും ദിക്റിലാണോ? അതെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇത്രയും നേരം നീ നിർവഹിച്ച ദിക്ർ ഒറ്റ ദിക്റിൽ നിനക്ക് കിട്ടും. സുബ്ഹാനല്ലാഹി വബിഹംദി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസീനത അർശിഹി വമിദാദ കലിമാതി. ഈ ദിക്ർ നീ ചൊല്ലിയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ എല്ലാ നിലക്കുമുള്ള സംരക്ഷണം. സുബ്ഹാനല്ലാഹി വബിഹംദി ഖുത്തത് ഖതയാഹു മിസ്ല സബദിൽ ബഹർ. സമുദ്ര നുരയ്ക്ക് സമാനമായി പാപങ്ങൾ ഉണ്ടെങ്കിലും അത് പുറത്തു തരുമെന്നാണ്. വീട്ടിൽ ദിക്ർ ഉണ്ടാവുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലിയാൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലിയാൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ബിസ്മില്ല, അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താൻ ചൊല്ലിയാൽ ഷൈത്താൻ ഓടും. അള്ളാഹു സുബ്ഹാനഹു തൃപ്തി കിട്ടും. ദിക്ർ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം നീങ്ങിക്കിട്ടും. ഹൃദയം ക്ലീനാവും, ശുദ്ധമാകും. മനസ്സ് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സാധിക്കും. ദുനിയാവിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും അയൽവാസിയെ കുറിച്ചും മറ്റു പടപ്പലടിയിലുള്ള നമ്മുടെ വിലനെ കുറിച്ചും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അസ്വസ്ഥനാവും. അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അള്ളാഹുയിലേക്കുള്ള ഇബാദത്തുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ സമാധാനമാവും. പട്ടിണി പാവങ്ങൾ നബിയുടെ അടുക്കൽ വന്നു, നബിയെ പൈസക്കാർ സ്വർഗം കൊണ്ടുപോയിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, വിഷമിക്കണ്ട, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ സദഖയാണ്. അംറു ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, സദഖയാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുക, ഇതെല്ലാം സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അപ്പോൾ പണമില്ലെന്നതിന്റെ പേരിലുള്ള നിരാശ, ആരോഗ്യമില്ലെന്ന പേരിലുള്ള പ്രയാസം, കാര്യങ്ങൾ കുടുസമാകുന്നു, കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു, വിചാരിച്ച പദ്ധതികളും ആസൂത്രണങ്ങളും പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോകുന്നു. എന്താണ് എന്റെ ജീവിതം ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവർ അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമുണ്ടാകും. മുഖവും ഹൃദയവും പ്രകാശപൂരിതമാകും. ശരീരവും നമ്മുടെ മനസ്സും ഏറ്റവും നല്ല ശക്തിയുള്ളതാകും. എല്ലാവിധ ആദികൾക്കും
ഒരു അറുതിയാകും. നൂഹ് നബി അലൈഹി സ്വലാം മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നി ഖാസുൻ അലൈക്കൽ വസിയ്യ, നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുന്ന വിഷയത്തിൽ എനിക്ക് അല്പം കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമറുക ബിസ്നൈൻ ഇസ്നതൈൻ വഅൻഹാക അൻ ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിലക്കുകയാണ്, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അമറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. കാരണം 7 ആകാശവും 7 ഭൂമിയും തുലാസിന്റെ ഒരു തട്ടിലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും ഭാരം കൂടുക. രണ്ടാമത്തെ കൽപ്പന എന്താണ്? വസുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ഫഇന്നഹാ സ്വലാത്തു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും പ്രാർത്ഥനയാണത്. ജന്തുക്കളുടെ, സസ്യങ്ങളുടെ, സൂര്യന്റെ, ചന്ദ്രന്റെ, നക്ഷത്രങ്ങളുടെ, ജീവനുള്ളവയുടെയും ജീവനില്ലാത്തവയുടെയും എല്ലാം സ്വലാത്താണ് സുബ്ഹാനല്ലാഹി വബിഹംദി. എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാം പറയാണ്, വബിഹാ യുർസഖുൽ ഖൽഖ്, അത് മുഖേനയാണ് സൃഷ്ടികൾക്ക് ഉപജീവനം നൽകപ്പെടുന്നത്. ഇപ്പൊ ജന്തുജാലങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് എങ്ങനെയാണ്? അവർ നടത്തുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് എന്താണ്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദി. അതാണ് റിസ്ഖ് കൊണ്ടുവരുന്നത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തൂ. അസ്തഗ്ഫിറുല്ലാഹ് ധാരാളമായി നിങ്ങൾ ചൊല്ലൂ. കാരണം ഇന്നഹു കാന ഗഫാറാ, അല്ലാഹ് അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ്. ഇസ്തിഗ്ഫാർ നടത്തിയ എന്താ അതിന്റെ ബെനിഫിറ്റ്? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശത്തുനിന്ന് സമൃദ്ധമായി അല്ലാഹു നിങ്ങൾക്ക് ഇറക്കിത്തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്ത് വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾക്ക് അല്ലാഹു മക്കള്, വിഭവങ്ങള്, തോട്ടങ്ങള്, ആകാശത്തുനിന്നും ഭൂമിയിൽ ബർക്കത്ത് യഥേഷ്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. അത് നിങ്ങൾക്ക് റിസ്ക് കൊണ്ടുവരും. അപ്പൊ ഭക്ഷണം ഓർത്ത് ആരും ഇടങ്ങേറാവണ്ട. ഒരാളല്ല, പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹം പള്ളിയിൽ ഇശ നമസ്കരിച്ച് പിന്നെ ദിക്ർ ചൊല്ലിയിരിക്കുകയാണ്. അപ്പോ പള്ളിയുടെ ഹാരിസ്, പള്ളിയുടെ കാവൽക്കാരൻ, അദ്ദേഹത്തെ ഇവിടെ പള്ളിയിൽ നിന്ന് പോകാൻ പറഞ്ഞു. കാരണം ടൈം ലോക്കെയാണല്ലോ. അപ്പൊ അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹാരിസ് അല്പം പരുഷ സ്വഭാവക്കാരനാണ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാല്, ഇമാം അഹ്മദിന്റെ 2 കാലും പിടിച്ചിട്ട് വലിച്ചേച്ച് പള്ളിയിലെ മുസല്ലയിലൂടെ കൊണ്ടുവന്ന് പള്ളിന്റെ കോലായിൽ കൊണ്ടുവന്നിട്ട്, എന്നിട്ട് അദ്ദേഹം വാതിൽ പൂട്ടി പോയി. ആ സമയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡില് ഒരു റൊട്ടി ഉണ്ടാക്കുന്ന, ഖുബ്സ് ഉണ്ടാക്കുന്ന ഒരാളെ കാണാണ്. അദ്ദേഹം ഇങ്ങനെ ദിക്റുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി ഖുബ്സ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇമാം അഹ്മദിനെ കണ്ടപ്പോ അദ്ദേഹം ആ ഖബ്ബാസ് ഇമാം അഹ്മദിനെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. ഇമാം അഹ്മദ് അവിടേക്ക് ചെന്നു, അദ്ദേഹത്തിന്റെ അടുക്ക് ചെന്നിരുന്നു. അദ്ദേഹത്തിന് പണികൾ നടത്തുന്നു, ദിക്ർ ചൊല്ലുന്നു. അപ്പൊ ഇമാം അഹ്മദ് അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, താങ്കൾ ജീവിതത്തിൽ പടച്ചറബിനോട് ചോദിച്ചതെല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, എനിക്ക് അള്ളാഹു എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് മാത്രം എനിക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. അപ്പൊ ഇമാം അഹ്മദ് ഹംബൽ ചോദിച്ചു, ഏതാണ് ആ ചോദ്യം? അള്ളാഹു ഉത്തരം നൽകിയിട്ടില്ലാത്ത ചോദ്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ഖബ്ബാസ് പറഞ്ഞു, ഒരു മിനിറ്റ്,
ഓക്കെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടില്ലാത്ത ചോദ്യം ഏതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ലോകപ്രശസ്തനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഒരു നോക്ക് കാണണം എന്ന ആഗ്രഹമുണ്ട്. ഇത് കേട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പ്രാർത്ഥിച്ചത് ഒരിക്കലും അസ്ഥാനത്തായിട്ടില്ല. ഞാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അള്ളാഹു എന്നെ താങ്കളുടെ അടുക്കലേക്ക് കാലിൽ വലിച്ചേച്ച് എന്നെ ഇതാ താങ്കളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ല പറയാണ്. അദ്കാറുകളുടെ, ദിക്റുകളുടെ മഹത്വമാണ്. ജോലിക്കിടയിലും മറ്റു കാര്യങ്ങൾക്കിടയിലൊക്കെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്താണ് ആലോചിക്കുന്നത്, നമ്മൾ എന്താണ് മന്ത്രിച്ച് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത്? ആ പിറുപിറുക്കൽ, ആ മൂളിപ്പാട്ട് അതിന് പകരം ദിക്റുകളായാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കാൻ നമുക്ക് പറ്റിയാൽ അതിന്റെ മഹത്വം ജീവിതത്തിലുടനീളം വലുതായിരിക്കുമെന്നതാണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിമസന്തതി ഫാത്തിമ റളിയല്ലാഹു അൻഹ വിട്ടുജോലിയെടുത്ത് കൈകൾ തഴമ്പ് വീണ് ബുദ്ധിമുട്ട് അറിയിച്ചപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. താങ്കൾക്ക് നിങ്ങൾക്കൊരു ഭൃത്യനെ അനുവദിച്ച് നൽകുന്നതിനേക്കാളും ഏറ്റവും മഹനീയമായ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദിക്റുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എല്ലാം ചേർത്ത് 100 തവണ പാരായണം ചെയ്യണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുകയാണ്. ക്ഷീണത്തിന് ഒരു മരുന്നാണ് ഉറക്കം. കുറച്ചേരം ഉറങ്ങുമ്പോൾ നല്ല സുഖമാണ്, അല്ലെ? എന്നാൽ അതിനേക്കാളും സുഖവും സന്തോഷവുമാണ് അള്ളാഹുവിനെ ഓർക്കുന്നത്. ഖുർആൻ സ്വർഗ്ഗക്കാരെ കുറിച്ച് സൂറത്ത് ദാരിയാത്തിന്റെ 17-18 ആയത്തുകൾ പറയാണ്, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രിയിൽ അല്പനേരം മാത്രം ഉറങ്ങി പിന്നീട് ഉറക്കമിളക്കുന്നവരാണ്. വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴത്തിന്റെ സമയത്ത് എണീറ്റ് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. അള്ളാഹു ഒന്നാം ആകാശത്തിലുള്ള സമയം ഊർക്കം വലിച്ച് പുതപ്പിനുള്ളിൽ ഉറങ്ങുന്നതിന് പകരം അവർ എണീറ്റ് ഇസ്തിഗ്ഫാർ നടത്തും. ഉറക്കത്തെക്കാളും അവർക്ക് സന്തോഷം ആ ദിക്റിലും അതിലൂടെ കിട്ടുന്ന മാനസിക സംതൃപ്തിയിലുമാണ് എന്നതല്ലേ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മറ്റേതിനേക്കാളും, ഭൗതികമായ മറ്റേത് സുഖത്തെക്കാളും സൗകര്യത്തെക്കാളും സംവിധാനങ്ങളെക്കാളും ആസ്വാദനവും നമുക്ക് ആനന്ദവും ലഭിക്കുന്ന കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളത്, ദിക്റെടുക്കുക എന്നുള്ളത്. ഇഷ്ടപ്പെട്ടവരെ കാണാനും അവരെ ഓർക്കാനും അവരെ സ്മരിക്കാനും മനസ്സിൽ അവരോട് സംസാരിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്താറുണ്ട്, ഇല്ലേ? അങ്ങനെ ചെയ്യാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ഉഖ്ബിറുക്കും ബിഖൈരി അഅമാലിക്കും വസ്കാഹാ ഇൻദ മലീകിക്കും വറഫഅഹാ ഫീ ദറജാതിക്കും വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിദ് ദഹബി വൽ ഫിദ്ദ വമിൻ അൻ തൽഖൂ അദുവക്കും ഫതദ്രിബൂ അനാഖഹും വയദ്രിബൂ അനാഖക്കും. നിങ്ങൾക്കൊരു നല്ല കർമ്മം ഞാൻ പഠിപ്പിച്ചു തരട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ കർമ്മമാണത്.
നിങ്ങളുടെ പദവി അവന്റെ അടുക്കൽ ഉയരുന്ന കർമ്മമാണത്. നിങ്ങൾ നിങ്ങളുടെ സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാളും നല്ല കർമ്മമാണത്. നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുകയും അവർ നിന്റെ കഴുത്തും നിങ്ങൾ അവരുടെ കഴുത്തും വെട്ടിമുറിക്കുന്നതിനേക്കാളും ഖൈറാണത്. നബിയെ പറഞ്ഞു തരൂ. റസൂലുള്ളാഹി പറയുന്നത് ദിക്റുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ ഓർക്കലാണ്, അള്ളാഹുവിനെ സ്മരിക്കലാണ്. മനസ്സുകൊണ്ടും നാവുകൊണ്ടും അള്ളാഹുവിനെ ദിക്റെടുക്കലാണ്, അവയവങ്ങൾ കൊണ്ട് നമസ്കരിക്കലാണ്, സദഖ നിർവഹിക്കലാണ്, മറ്റു ദീനീയായ കർമ്മങ്ങളിൽ മുഴുകലാണ്. എല്ലാം ദിക്റാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വ്യാഖ്യാനിച്ചത്. അപ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇഷ്ടപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കൂലേ? അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന പടച്ചോന് ഇഷ്ടപ്പെട്ട കർമ്മമാണ് അള്ളാഹിനെ ഓർക്കുക എന്നുള്ളത്. മാത്രമല്ല, പടച്ചോൻ നമ്മളെ ഓർക്കുക, എത്ര വലിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇൻ ദക്കറനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറൻ മിൻ. റസൂലുള്ളാഹി പറയാണ്, അവർ സ്വന്തം മനസ്സിൽ അള്ളാഹിനെ ഓർത്താൽ, എന്റെ ദാസൻ എന്നെ മനസ്സുകൊണ്ട് ഓർത്താൽ ഞാനും അവനെ മനസ്സുകൊണ്ട് ഓർക്കും. എന്റെ ദാസൻ എന്നെ കുറിച്ചൊരു സഭയുടെ മുന്നിലാണ് പറയുന്നതെങ്കിൽ അവന്റെ മുന്നിലുള്ള സദസ്സിനേക്കാളും നല്ല സദസ്സ് അതാരാ? മലക്കുകളാ. ആ മലക്കുകളുടെ മുന്നിൽ വെച്ച് ഞാൻ അയാളെ കുറിച്ച് പറയും, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലെ? അപ്പൊ അള്ളാഹുവിൻ ദിക്റെടുക്കുന്നതിന്റെ മഹത്വമാണത്. നമ്മൾ മനസ്സിൽ നമ്മൾ അള്ളാഹിനെ ഓർത്താൽ അള്ളാഹ് നമ്മളെ ഓർക്കും. ഒരു സഭയിൽ നമ്മൾ അള്ളാഹിനെ ഓർമ്മപ്പെടുത്തിയാൽ അള്ളാഹു അവന്റെ അടുക്കലുള്ള മലായിക്കത്തിന്റെ അടുക്കൽ വെച്ച് നമ്മളെ കുറിച്ച് സംസാരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ അള്ളാഹിനെ ഓർക്കുന്നതിന്റെ ഒരു ഗുണമാണ്. ഈ ഗുണങ്ങളെല്ലാം ചിന്തിക്കുമ്പോ പടച്ചവനെ ഓർക്കാൻ ഒരു ഇഷ്ടം, ഒരാഗ്രഹം ഒക്കെ ഉണ്ടാവും. അല്ലെ? ഇതിനൊക്കെ ദുനിയാവിലും ഖബറിലും പരലോകത്തും ഒക്കെ ഇതിന്റെ ഒരു മഹത്വം, ഇതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടും. റസൂലുള്ളാഹി പറയാ, സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങൾ മുൻകടന്നിരിക്കുന്നു. ഉമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, നബി ആരാണ് മുഫർരിദീങ്ങൾ? അദ്ദാകിറൂനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ് മുഫർരിദീങ്ങൾ. അവർ മുൻകടന്നിരിക്കുന്നു. ഖുർആനില് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വലിയൊരു ആയത്തുണ്ട്, അഹ്സാബിന്റെ 35-ാമത്തെ ആയത്ത്. അതിന്റെ അവസാനത്തിൽ പറയുന്ന 10 പ്രത്യേകത പറയുന്ന 10-ാമത്തെ പ്രത്യേകത എന്താ അറിയോ? വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. എന്നെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും എന്നെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും, അവർക്ക് എന്താ ഒരുക്കി വെച്ചത്? മഗ്ഫിറത്തും, വലിയ പ്രതിഫലവും. എന്താ വലിയ പ്രതിഫലം? സ്വർഗം. ആർക്ക്? അള്ളാഹുവിനെ ദിക്റെടുക്കുന്ന ആളുകൾക്ക് വലിയ സ്വർഗം, അല്ലെ? വലിയ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അദീം ബിഹംദിഹി ഗരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്നah. സുബ്ഹാനല്ലാഹിൽ അദീം ബിഹംദിഹി എന്ന് ഒരു വട്ടം പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നടും. റസൂൽ ഒരിക്കൽ ചോദിക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദിവസം 1000 പുണ്യം നേടാൻ പ്രയാസമുണ്ടോ? നബി എങ്ങനെയാ നേടുക? റസൂൽ പറയാ, സുബ്ഹാനല്ലാഹ് 100 വട്ടം ചൊല്ലിക്കോ, 1000 കൂലിയാണ്. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് മീസാനെ നിറക്കും. വസുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ. അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുമ്പുള്ള നബിമാരൊക്കെ പറഞ്ഞ ഏറ്റവും നല്ല വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുകൊണ്ട് ദിക്റുകൾ, എന്താ ദിക്റുകൾ? മനസ്സുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക, പടച്ചോനുള്ള സ്നേഹം, പടച്ചോനുള്ള ഇഷ്ടം, പടച്ചോനുള്ള പ്രതീക്ഷ, പടച്ചോനുള്ള ഭയം, പടച്ചോനിലുള്ള തഖ്വ, പടച്ചോനെ കുറിച്ചുള്ള അറിവുകളെല്ലാം മനസ്സിൽ കൊണ്ടുവരിക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാവലായുണ്ട്, സംരക്ഷകനായുണ്ട്, അവനിൽ തവക്കുലാക്കിയാൽ മതി. ഇതെല്ലാം മനസ്സുകൊണ്ടുള്ള ദിക്റാണ്. നാവുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ബിസ്മില്ലാഹ്,
ഓരോ സന്ദർഭത്തിലുള്ളത്. മുത്തലഖായിട്ടുള്ള ദിക്റുകളുണ്ട്, അതുപോലെ തന്നെ ഗൈർ മുത്തലഖ് അല്ലെ മുഅയ്യനായിട്ടുള്ള സമയം നിശ്ചയിക്കപ്പെട്ട, വീട്ടിൽ കയറുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ടോയ്ലറ്റിൽ കയറുമ്പോൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ വാഹനത്തിൽ, വാഹനം കയറ്റം കയറുമ്പോൾ വാഹനം ഇറക്കിറങ്ങുമ്പോൾ, വാഹനം ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ചെന്നിറങ്ങുമ്പോൾ, ഇങ്ങനെ ഓരോ സമയത്തുള്ള അസ്കാറുകളുണ്ട്. സമയമൊന്നും നിശ്ചയിക്കാതെ യഥേഷ്ടം നമുക്ക് ചൊല്ലാൻ പറ്റിയ ദിക്റുകളുണ്ട്. അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ചില്ലറയല്ല. മനസ്സിലായില്ലേ? ചില്ലറയല്ല, ഒരുപാട് പ്രതിഫലമാണ് അതിലൂടെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ നൽകിയിട്ടുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതെന്താ? കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധിയാണ്. ഏകാന്തതയും, ആരുമില്ല, ഞാൻ ഒറ്റക്കാണ് എന്ന ഏകാന്തതയും ഒക്കെ മാറും ദിക്റുള്ള നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. ഹൃദയം ജ്വലിച്ചു നിൽക്കും. ഇല്ലായ്മയിലും പ്രതിസന്ധിയിലും മനസ്സ് ധന്യമായിരിക്കും. നരകത്തിലെയും ഖബറിലെയും ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സമാധാനമിറങ്ങും, റഹ്മത്തിറങ്ങും, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാവും കണ്ണും കാതും മനസ്സും ഒക്കെ ശുദ്ധമാകും. ദിക്റെടുക്കുന്ന ആൾക്കാരുടെ നാവിലൂടെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വരിക. അല്ലാത്തവര് കളവ് പറയാ, ഗീബത്ത് പറയാ, നമീമത്ത് പറയാ, ബാത്തിലായ സംസാരങ്ങൾ നടത്തുക, അല്ലെ? അള്ളാഹിനെ കുറിച്ച് പറയുന്ന സദസ്സുകളിൽ ഇരുന്നാൽ അള്ളാഹിന്റെ ഇഷ്ടം കിട്ടും, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും, പരലോകത്തെ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിക്കുന്നതെല്ലാം നൽകും. എളുപ്പത്തിൽ നമുക്ക് കൂലി വാങ്ങാൻ പറ്റിയ ഒരു ഇബാദത്താണ്. കുറച്ച് എഫേർട്ട്, വലിയ കൂലി. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ എത്ര അധ്വാനം ഉണ്ടോ? ഇല്ല. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുലാസിന്റെ ഒരു തട്ടിലും നമ്മുടെ പാവങ്ങളൊക്കെ മറുതട്ടിലും വെച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗം കനം തൂങ്ങും. അപ്പൊ അത് നിരന്തരമായി ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഏത് സമയത്തും ചെയ്യാൻ പറ്റിയൊരു കർമ്മം. ഇനിയിപ്പോ നിസ്കാരം എപ്പോഴും നിന്ന് നിസ്കരിക്കാൻ കഴിയുമോ? ചിലപ്പോൾ ഇരുന്ന് നിസ്കരിക്കേണ്ടി വരും, ചിലപ്പോൾ കടന്ന് നിസ്കരിക്കേണ്ടി വരും, ചിലപ്പോൾ ജമ്മും കസറൊക്കെ ആക്കേണ്ടി വരും. എന്നാൽ ദിക്ർ ഏതവസ്ഥയിലും ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അള്ളാഹുവിലേക്ക് കയറി ചെല്ലാനുള്ള ഏറ്റവും നല്ല കവാടമാണ് ദിക്ർ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുല്ലത്ത് ലഭിക്കുന്ന, ഖലീലാവാനുള്ള അവസരം ഈ ഒരു ദിക്റിലൂടെ കിട്ടും. ഹൃദയം ഉണരും, പാപങ്ങളോടുള്ള ഗൗരവ സമീപനം ഉണ്ടാകും, ഹൃദയത്തിന്റെ കടുപ്പം ഇല്ലാതാകും, ഹൃദയം ലോലമാകും, ആരെന്തു പറഞ്ഞാലും ക്ഷമിക്കാനും സഹിക്കാനും പക്വമായിട്ട് പെരുമാറാനും ഇടപെടാനും മനസ്സ് പാകമാകും. ധാരാളം പ്രതിഫലം നമുക്ക് ലഭിക്കും. പടച്ചോന്റെ നന്ദിയുള്ള ദാസനായി പടച്ചോൻ നമ്മളെ സ്വീകരിക്കും. ശുക്രിന്റെ ഒരു ഭാഗമാണ് ദിക്ർ എന്ന് പറയുന്നത്. വെള്ളം കുടിച്ചു, എന്താ ദിക്ർ? അൽഹംദുലില്ലാഹ്. എന്താ ശുക്ർ? അൽഹംദുലില്ലാഹ്. വെള്ളം തിന്ന പടച്ചോനെ നിനക്കാവുന്ന സർവസ്തുതിയും. അത് ശുക്റാണ്, അത് ദിക്റുമാണ്. അപ്പോൾ അതിലൂടെ ശുക്ർ ലഭിക്കും. മനസ്സിന്റെ രോഗങ്ങൾ മാറും, മനസ്സിന്റെ അശ്രദ്ധ നീങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ സാധിക്കും. നിഅമത്തുകൾ നമ്മിലേക്ക് ഇറങ്ങും, നിഖമത്ത് ഉയർത്തപ്പെടും.
നിഖമത്ത് തടയപ്പെടും, അള്ളാന്റെ കോപവും ശിക്ഷയും തടയപ്പെടും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മജാലിസ് ദിക്ർ, അള്ളാഹിനെ സ്മരിക്കുന്ന സദസ്സുകൾ സ്വർഗത്തിലെ തോട്ടമാണ്. അള്ളാഹുവിന്റെ ഹബ്ബ് കിട്ടും, മലക്കുകളുടെ ഇറങ്ങും. ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അള്ളാഹുവിന് ദിക്റെടുക്കുന്ന ആളുകൾ സ്വർഗത്തിൽ മുൻകടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പന ശിരസ വഹിച്ചവരാണ് അവര്. ആ ദിക്ർ കാരണത്താൽ സ്വർഗത്തിൽ അവർക്ക് അള്ളാഹു ഭവനങ്ങളും തോട്ടങ്ങളും നദികളും അരുവികളും സൗകര്യങ്ങളും സംവിധാനങ്ങളും നൽകും. ദുനിയാവിൽ അവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും, അവിടെ പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടും, അവിടെ ആശങ്കകൾക്ക് അറുതിയാകും, അവിടെ സങ്കടങ്ങൾ നീങ്ങും. എല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് എന്റെ റബ്ബുണ്ട് എന്ന ആ ധൈര്യത്തോടെ ജീവിക്കാനുള്ള ആ ഒരു ഈമാനിക കരുത്ത് കിട്ടും. ഇത്രയെല്ലാം മഹത്വമുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഭക്ഷണത്തെക്കാളും വീടിനേക്കാളും ടൂറിനേക്കാളും നല്ല കാഴ്ചകളെക്കാളും നമ്മുടെ മക്കളിലൂടെയും നമ്മുടെ ഇണകളിലൂടെയും നമ്മുടെ ബന്ധങ്ങളിലൂടെയും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലൂടെയും നമുക്ക് കിട്ടുന്ന ആസ്വാദനത്തെക്കാളും വലിയ ആസ്വാദനം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ ദിക്റെടുക്കാനും ഓരോ പ്രത്യേക സന്ദർഭങ്ങളിൽ പറഞ്ഞ പ്രാർത്ഥനകൾ, ദിക്റുകൾ, അത് പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കാം. ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ആ വിഷയത്തിലുണ്ട്. ഇതൊരു പുസ്തകമാണ് സഹീഹുൽ അദ്കാർ. ഇതുപോലത്തെ നിരവധി പുസ്തകങ്ങൾ, ചെറുതും വലുതുമായ ദിക്റിന്റെ പുസ്തകങ്ങളുണ്ട്. പീസ് റേഡിയോയിലൂടെ ദിക്റുകൾ പഠിപ്പിക്കുന്നു. അദ്കാർ സബാഹ് വൽ മസാ, രാവിലെയും വൈകുന്നേരമുള്ള ദിക്ർ. അദ്കാർ ഉന്നവും, ഉറങ്ങാൻ കിടക്കുമുള്ള ദിക്ർ. എന്തായിരിക്കും മഹത്വം? മരണം ഒന്നില്ലെങ്കിൽ ഡേ ടൈം അല്ലെങ്കിൽ നൈറ്റ് ടൈം അതിലെ സംഭവിക്കുക. പകരം നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടുകയായിരിക്കും, രാത്രി നമ്മൾ റെസ്റ്റാണ്. അപ്പൊ എന്ത് ചെയ്യണം? പല്ലൊക്കെ തേച്ച് ഉളുവൊക്കെ എടുത്ത് നമ്മുടെ കടപ്പറയിൽ ഇരുന്ന്, ബെഡിലിരുന്ന് അദ്കാറുകളെല്ലാം ചൊല്ലി ശരീരമൊക്കെ തടവി വലത് ചെരിഞ്ഞ് പ്രാർത്ഥിച്ചാണ് കിടന്നാൽ ആ രാത്രി ആള് മരിച്ച സ്വർഗാണ്. അപ്പൊ മരണത്തിന് ഒരുങ്ങാൻ ഏറ്റവും നല്ല ടൈം നൈറ്റാണ്. നൈറ്റ് ദിക്റുകളെല്ലാം ചൊല്ലി നമ്മളോട് ഉറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് സ്വർഗം ലഭിക്കും ആ രാത്രി മരിച്ചാൽ. അപ്പൊ എല്ലാ സന്ദർഭങ്ങളിലുമുള്ള ദിക്റുകൾ നമ്മൾ ശ്രദ്ധയോടുകൂടെ ചെയ്യുക. ഒരു സ്ഥലത്ത് വിടാൻ ഇറങ്ങുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് അതാണ് ചൊല്ലുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അതാണ് ചൊല്ലുക. അപ്പൊ ഫുള്ള് സെക്യൂരിറ്റി ആയിരിക്കും. മനസ്സിലായല്ലേ? ആളുകൾക്ക് ദുനിയാവിന്റെ കൂലി പറയുമ്പോൾ ഭയങ്കര താല്പര്യം അല്ലെ? അതിനേക്കാൾ വലുതാണ് പരലോകം. നമ്മൾ ദുനിയാവിൽ ജീവിക്കണോണ്ട് നമുക്ക് ദുനിയാവത്തെ പ്രയാസങ്ങളാണ് പേടിയുള്ളത്. എന്നാൽ ദുനിയാവ് കഴിഞ്ഞ് പരലോകത്തെത്തുമ്പോഴാണ് പരലോകമാണ് കൂടുതൽ പേടിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് എല്ലാറ്റിന്റെയും നിയ്യത്ത് അള്ളാഹുവിന്റെ പ്രതിഫലവും അവന്റെ സ്വർഗവും ആയിരിക്കട്ടെ. ബാക്കി അള്ളാഹുവിന്റെ റസൂൽ ഹദീസിലൂടെ പറഞ്ഞ ഒരുപാട് ഭൗതികമായ നേട്ടങ്ങളുണ്ട്. അത് നമുക്ക് നിയ്യത്താക്കണേ തെറ്റൊന്നുമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അതിന്റെ മഹത്വമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ദിക്റുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അനാവശ്യമായ ചിന്തകളും ആലോചനകളും സംസാരങ്ങളും ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് നല്ലവരായിട്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. വിഷയം വിശാലമായൊരു വിഷയമാണ്. ഈ വിഷയത്തിന്റെ ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ഒരുപാട് മഹത്വമുള്ള പണ്ഡിതന്മാർ ഒരു വേള ഇബാദത്തിനേക്കാളും മറ്റുള്ള ആരാധനയെക്കാളും മഹത്വം ഇതിനുണ്ട് എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പ്രാർത്ഥനയാണോ ദിക്റാണോ ഏറ്റവും കൂടുതൽ അള്ളാന്റെ അടുത്ത് ശ്രേഷ്ഠം എന്നതിന് ഒരു ഹദീസൊക്കെ കൊണ്ടുവന്നിട്ട് ദിക്റാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു അസ്കാർ, ദിക്ർ, അതാണ് ഒരു വിശ്വാസിയുടെ ലൈഫിന്റെ സന്തോഷവും ദുഃഖവും ഒക്കെ തീരുമാനിക്കുന്നത്. വിശ്വാസിക്ക് കള്ളു വേണ്ട, വിശ്വാസിക്ക് കഞ്ചാവ് വേണ്ട, വിശ്വാസിക്ക് ഏതെങ്കിലും അനിസ്ലാമികമായ ട്രീറ്റ്മെന്റുകൾ വേണ്ട, വിശ്വാസിക്ക് ആസ്വാദനം കണ്ടെത്താൻ സിനിമകളും റീൽസുകളും ഷോർട്സുകളും അശ്ലീല സൈറ്റുകളും ആവശ്യമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. വഅലല്ലാഹി ഫല്യതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കൂ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവുമായിട്ട് ഹൃദയത്തെ ബന്ധിപ്പിക്കാനും
അള്ളാഹുവിന്റെ കലാമാകുന്ന ദിക്റിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആൻ അത് പാരായണം ചെയ്യാനും അള്ളാഹുവിനെ സ്മരിച്ച് ജീവിതത്തിൽ ആ ഒരു സമാധാനത്തിൽ സന്തോഷത്തിലും മുന്നോട്ട് പോകാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. وأقول قولي هذا واستغفر الله لي ولكم استغفروه إنه غفور رحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته.